Hi friends, welcome to Hayan Delicacy. I'm Chef Hayan. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അവൽ പായസം. ഇതിന്റെ എല്ലാത്തിനും മെഷർമെന്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്കാപ്പൊടി, പഞ്ചസാര, അവൽ, വെള്ളം, പിന്നെ പാല്. നമുക്ക് അവലൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് അവലൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മൾ അവൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ടിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇത്തിരി വെള്ളം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് സോക്ക് ആവട്ടെ. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ അവൽ സോക്ക് ആവുന്ന ടൈമിൽ നമുക്ക് നമ്മളെ പഞ്ചസാര ഒന്ന് കുക്കറിലിട്ട് ക്യാരമലൈസ് ചെയ്ത് വെക്കാം. ഞാൻ ഇത്രയും വലിയ കുക്കർ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ കുക്കറിൽ പാൽ വയ്ക്കുമ്പോൾ വീട്ടിലുള്ള ഏറ്റവും വലിയ കുക്കർ എടുക്കണം. ഇല്ലെങ്കിൽ അത് ഓവർഫ്ലോ അയച്ച് പുറത്തേക്ക് മറിഞ്ഞു വീണാവും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ ഓണാക്കാം. കുക്കർ മേലെടുത്ത് വെക്കാം. പഞ്ചസാര, ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ നല്ല ബ്രൗൺ കളറായി വരണം. ഇതിപ്പോൾ കാരമലൈസ് ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കാരമൽ പോലെ ഉണ്ട്. ഇത് കട്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കുമ്പോൾ ഇത് മെൽട്ടായി പോകും. ഇത് മടിയന്മാർക്ക് പറ്റിയൊരു പായസമാണ്. ഈ കാരമലൈസ് ചെയ്യുന്നത് മാത്രമാണ് കുറച്ച് ഹാർഡ്. ബാക്കിയെല്ലാം അത് ഭയങ്കര സിമ്പിളാണ്. എല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്യാനാണ് ഇതിൻ്റെ പണി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കാർഡമവും പാലും അവലും ഇട്ട് കൊടുക്കാം. അവൽ നന്നായി സോക്ക് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഏലക്കാപ്പൊടി, പാല്, ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ കട്ട പിടിച്ച് കിടന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ സ്റ്റൗ അണക്കുമ്പോൾ എല്ലാതും കൂടി മെൽട്ടാവും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല മണമുണ്ട് കേട്ടോ. നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത കളർ. ഇനി നമുക്കിത് മൂടിയാക്കാം. അയ്യോ, എൻ്റെ ബാക്കിൽ ഉൾപ്പിച്ച് നമുക്കിനി ഇത് മൂടി വെക്കാം. നമുക്ക് സ്റ്റവ് ഓണാക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കാം. എനിക്ക് ഇങ്ങനത്തെ ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം. നമുക്കിനി ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഷെഫ് ഹയാൻ. ഇപ്പോൾ നമ്മളെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ഹയാൻ. ഷുഗർ റെസിപ്പി. ടാറ്റ, ബൈ ബൈ, സീ യു.